ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു നോമ്പിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ്. ഈ ദിവസം ബലഹീനനായ എനിക്ക്, കുറവുകൾ മാത്രമുള്ള എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉള്ള കുറവുകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ എന്നോട് തന്നെ പറയുന്ന ചില വാക്കുകളാണ്. ആർക്കെങ്കിലും അതൊക്കെ അല്പമെങ്കിലും ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ സ്വീകരിക്കുക. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ 2 പ്രാവശ്യം വന്നു. ബൈക്കിനെ കൊണ്ടുവിടാനും അതിനുശേഷം വിളിച്ചോണ്ട് പോകാൻ. ഞാൻ വീട്ടിൽ പോയി 2 പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ണാടിയുടെ മുന്നിലൊക്കെ നോക്കി, തലമുടിയൊക്കെ നോക്കി, നല്ല ഓളത്തിലൊക്കെ ആണോ, അല്ലെ എന്റെ മുഖം എന്തെങ്കിലും വൈരൂപ്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി എനിക്കൊരു കോൺഫിഡൻസോടുകൂടി ലഭിക്കത്തക്ക ഞാൻ കണ്ണാടിയുടെ മുന്നിൽ 1-2 പ്രാവശ്യം നോക്കിയിട്ടാണ്. നമ്മളെല്ലാവരും കണ്ണാടിയുടെ മുമ്പില് നോക്കുന്നവരല്ലേ? കണ്ണാടി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വീട്ടിലും പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ എനിക്ക് തോന്നുന്നില്ല 100% ആളുകളും കണ്ണാടിയൊക്കെ നോക്കി ഒരുങ്ങിയൊക്കെയാണ്. തീർച്ചയായിട്ടും അത് വേണം. നമ്മുടെ ജീവിതത്തില് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു ഘടകമാണ് ഈ കണ്ണാടി നോക്കി നമ്മളെ തന്നെ ഒന്ന് കാണുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തില് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുവാൻ തക്കവണ്ണമുള്ള കണ്ണാടികൾ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാം. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രകടമായിട്ടുള്ള സൗന്ദര്യത്തിലുപരി ആന്തരികമായ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ. ആ സൗന്ദര്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായുള്ള കുറവുകളെയൊക്കെ കാണാൻ തക്കവണ്ണം എന്തെങ്കിലും ഉപകരണങ്ങളോ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഉണ്ട്. ശരീരം അവയവങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വചനമാവുന്ന ക്രിസ്തുവിലൂടെ ഈ കണ്ണാടിയിലൂടെ നമ്മളെ ഒന്ന് നോക്കുവാൻ സാധിച്ചാൽ എനിക്കും നിങ്ങൾക്കും നമ്മളെ തന്നെ, നമ്മുടെ ആന്തരിക അവസ്ഥകളെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയുവാൻ. നമ്മളെ തന്നെ ഒന്ന് ജീവനാകുന്ന ക്രിസ്തുവിന്റെ വചനങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാതെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കും. വചനം കേട്ടതുകൊണ്ട് കേൾവിക്കാരായി മാത്രം ഇരുന്നുണ്ടായില്ല, വചനം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് വചനത്തിലൂടെ ഈ വേദപുസ്തകം എന്ന കണ്ണാടിയിലൂടെ നമുക്കൊന്ന് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് ഇതൊരു കണ്ണാടിയായി വർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ക്രിസ്ത്യാനിയുടെയും അല്ലെങ്കിൽ ഒരു സഭയുടെയും ഒരു പള്ളിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് തീർച്ചയായും ഈ വചനമാകുന്ന ക്രിസ്തുവിലൂടെ ആയിരിക്കും. Fall in love with the word of God. നമ്മൾ മറ്റു പലതിലും വീണു പോകാറുണ്ട്. എങ്കിലും ക്രിസ്തുവിന്റെ വചനത്തില് നമ്മളൊന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ, ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നമ്മളൊന്ന് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഉള്ളില് ചില മാറ്റങ്ങളെ നേരിടുവാൻ സാധിക്കും. നമ്മളെപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നൊരു, അതിനായി ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുവാൻ കാര്യം, നമ്മൾ പലപ്പോഴും കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൂടെ നോക്കുവാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ജീവനാകുന്ന വചനത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്കൂടെ ഒന്ന് നോക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒന്ന് ഓർക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ കണ്ണാടിയുടെ എക്സാമ്പിള് ഇവിടെ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നോട് തന്നെയുള്ള ചില ചോദ്യങ്ങളും
ഒരു സുവിശേഷവുമാണ്. ഇന്ന് ക്രിസ്ത്യാനികള് വളരെയേറെ കഠിനമേറിയ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പണ്ടുണ്ടായ പീഡകളെ പോലെ തന്നെ പല ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ അനേകര് ഇന്ന് ക്രൂശിലേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, ഇന്ത്യയിൽ തന്നെ ഒരു വൈദികനെ ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും ടിവിയിലൂടെ ഒക്കെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്, മധ്യപ്രദേശിൽ. അതുപോലെ പല സ്ഥലങ്ങളില്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഇത് നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ലോകത്തിലെ തന്നെ പ്രഗത്ഭരായ ആളുകളൊക്കെയും ലോകത്തെ ഞെരുക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ലോകത്തിന് എന്ത് അവസ്ഥയിലേക്ക്, എന്ത് സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോകും എന്നാൽ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ എല്ലാ രാജ്യങ്ങളും പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ രാജ്യങ്ങളും ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ്. അവിടെയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തീർച്ചയായും ആ ഒരു കാലഘട്ടം തരണം ചെയ്യുവാൻ തക്കവണ്ണം ലോകമൊക്കെയും പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിസ്ത്യാനികളുടെ കാലഘട്ടവും ഇത് തമ്മിൽ ഉപമിച്ച് പറയുന്നത്. ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്തിനു പറയുന്നു? നമ്മളെ സാധാരണ ഇന്നൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ്. ക്രിസ്ത്യാനികൾ തന്നെയാണ് പീഡിപ്പിക്കുന്നത് തോന്നുന്നു. ഇന്ന് സാധാരണമായിട്ട് നാട്ടിൻപുറത്തിലൊക്കെ നമ്മള് ആരെങ്കിലും ഒരു ബൈബിൾ പിടിച്ചുകൊണ്ട് പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗ സ്ഥലത്തോ ഒക്കെ ഒന്ന് പോകുവാൻ ശ്രമിച്ചു. എന്തെങ്കിലും അങ്ങനെയുള്ള ആളുകൾ ചുരുക്കമാണ്. ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നവർ ഇന്ന് കാണുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പള്ളിയിൽ ഞായറാഴ്ച ദിവസം പോകുമ്പോൾ നൂറുകണക്കിന് ആളുകളാ നടന്നു പോകുന്നത്. ഇന്ന് അങ്ങനെയുള്ള ആളുകളൊന്നും കാണാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കാണും. ഞാൻ ചിലപ്പോൾ ഈ നടന്നു പോകുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ നടന്നു പോകുമ്പോൾ ഒരാളെയൊക്കെ കണ്ടാലായി എന്നുള്ളതാണ്. ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയാണ്. അതായത് 10,500 വീട്ടുകാരുള്ള പള്ളിയാണ്. എല്ലാവരും വരും, കാറിൽ വരും, അല്ലെങ്കിൽ ബൈക്കിൽ വരും, പള്ളിയുടെ വാതിൽ ഇറങ്ങും, അവര് ആരാധനയ്ക്ക് സംബന്ധിക്കും, തിരിച്ചു മടങ്ങും. ഒരു മനുഷ്യനില്ല. ആ റോഡിലൂടെ നടന്നു പോകാനൊന്നും ഒരു മനുഷ്യനുമില്ല. ഇന്ന് കാലഘട്ടം വളർന്നതനുസരിച്ച് അവർക്ക് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ആരെങ്കിലും ബൈബിൾ പിടിച്ചുകൊണ്ട് പോകാൻ തയ്യാറായാൽ അവരെ ചുറ്റും പല വിധത്തിലുള്ള നോട്ടങ്ങളോടുകൂടിയായിരിക്കും അവരെ നേരിടുന്നത്. അവനിത് യോഗ്യതയുള്ളവനാണോ? 1000 കുറ്റങ്ങളായിരിക്കും അവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 1000 കുറ്റങ്ങളെ ഫേസ് ചെയ്തിട്ട് വേണം അവൻ പള്ളി വരെയോ അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനാ സ്ഥലത്തോ എത്തിച്ചേരാൻ. പക്ഷെ ഒരു അക്രമിക്കോ അല്ലെങ്കിൽ ഒരു കൊലപാതകിക്കോ ഒരു ദുർമാർഗത്തിൽ ജീവിക്കുന്നവനോ ഒരിക്കലും ആ വഴിയിലൂടെ പോകുന്നതിന് ഒരു തടസ്സവുമില്ല. ആരും അവനെ വിമർശിക്കാനൊന്നുമില്ല. അകത്തെവിടെയും പറഞ്ഞെങ്കിലായി. അപ്പൊ ക്രിസ്ത്യാനികളുടെ ജീവിതം എപ്പോഴും കഠിനമായ ഒരു അവസ്ഥയിലൂടെ നീങ്ങുന്നത്. നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ദൈവം ഇങ്ങനെയൊക്കെയുള്ള ആരാധിക്കുവാനുള്ള അവസരങ്ങളൊക്കെ നൽകി വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ ദൈവം നടത്തുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കുന്നുണ്ട് ഇത്രത്തോളം ഇന്ന് വരെ. അപ്പൊ തീർച്ചയായും നമ്മളൊന്നും അത്ര കഷ്ടതകളെയോ പ്രയാസങ്ങളെയോ നേരിട്ട് വന്നവരല്ല. ഒരു ക്രിസ്ത്യാനി അതിന്റെ പേരിൽ നമ്മളത്ര പീഡകളൊന്നും സഹിക്കപ്പെട്ടവരല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോ ഉത്തരങ്ങളൊന്നും കിട്ടിയതെന്ന് വരാം. തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് എന്താണെന്ന് ചോദിച്ചാല് ഞാനൊരു പുസ്തകത്തിൽ മനസ്സിലാക്കി, ദൈവ ഇഷ്ടത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള ആവശ്യങ്ങളാണോ, ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കുവാനുള്ള ആവശ്യങ്ങളാണോ നീ ഉന്നയിക്കുന്നത് എന്നുള്ള അവിടെ ഒരു ചോദ്യം. ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ദൈവം മറുപടി തരുന്നതെന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥനയാണ് വേണ്ടത്. അങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ക്രിസ്ത്യാനികൾ മാറണം. നമ്മുടെ ആവലാദികളും ആവശ്യങ്ങളും മാത്രമായി ദൈവത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടാതെ വരുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഈ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ അതിലൂടെ നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലുകളും
ശത്രുതയോടോ പകയോടോ നിങ്ങളെ നേരിടുന്നുള്ള ആത്മവിശ്വാസം കൈവിടാതെ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ, ഒറ്റപ്പെടുത്തലുകളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ആത്മനിയന്ത്രണത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നേരിടുവാൻ സാധിക്കും. ബാലനായിരുന്ന ദാവീദിന് ഗോലിയാത്തിനെ നേരിടാൻ പോകുമ്പോൾ ഒന്നും തന്നെ കയ്യിലില്ല. അദ്ദേഹത്തിന്റെ കയ്യില് ദൈവം കൂടെയുണ്ടെന്നുള്ള ഒറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നൊരു കവണയും കല്ലും പോക്കറ്റിലോട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഒരുപക്ഷെ ഇത്രയും വലിയൊരു സൈന്യത്തെയും ഇത്രയും വലിയ ഒരു മല്ലനായ മനുഷ്യനെയും വകവരുത്തുവാൻ കഴിയുമെന്നൊന്നും ആർക്കും വിശ്വസിക്കുവാൻ കഴിയില്ല. പക്ഷേ ദാവീദിന് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. ദൈവം നമ്മളോട് കൂടെയുണ്ടോ? പലപ്പോഴും നമ്മൾ ഇറങ്ങുന്നുണ്ടേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്. ഉണ്ടാകുമോ, കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒരു സഞ്ചരിക്കുക. പക്ഷെ നമുക്ക് ഉറച്ച ഒരു വിശ്വാസമില്ലാത്തതിന്റെ അവസ്ഥയാണ് ഇന്ന് ലോകത്തില്. നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് മുൻ ആഴ്ചകളിലൊക്കെ നമ്മളിവിടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥ. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങള് എന്തുകൊണ്ട് തകർന്നു പോകുന്നു? ആത്മവിശ്വാസമില്ലാതെ വിശ്വാസത്തിലുള്ള ഒരു അടിച്ചുറപ്പ് വിശ്വാസം ആ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കോ ഇല്ലാതായി പോകുന്നതുകൊണ്ടാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ്. ആത്മവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും കുറവ്. ആ ദാവീദ് കാട്ടി തന്ന ഒരു ചെറിയ ബാലൻ വലിയൊരു സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ട് മടങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ഒരു വിശ്വാസം ഇന്ന് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവരായി മാറാതെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ നമുക്ക് കഴിയണം. ആ ഒരു ഉറപ്പ് നേടിയെടുക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ പരിശുദ്ധ നോമ്പ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കേണ്ടത് ഇതാണ്. ആ ഒരു വിശ്വാസം നേടിയെടുക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കും. നമ്മൾ നോമ്പിന്റെ 36-ാം ഞായറാഴ്ചയിലേക്കൊക്കെ അടുത്ത ദിവസം കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വിശദമായ വലിയൊരു വേദവായനയാണെന്ന് സഭ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, യോഹന്നാൻ അവിടെ പറയുവാൻ ശ്രമിക്കുന്ന വാക്യം മൊത്തം വലിയ വാക്യമായതുകൊണ്ട് ഞാൻ വലിയ 41 അധ്യായ വാക്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചുരുക്കത്തിൽ പറഞ്ഞ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. യോഹന്നാൻ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. കാഴ്ച ലഭിച്ച അന്ധനും കാഴ്ച നഷ്ടപ്പെട്ട നേതൃത്വവുമാണ്. കാഴ്ച നഷ്ടപ്പെട്ട നേതൃത്വത്തെയും കാഴ്ച ലഭിച്ച അന്ധനെയും അവിടെ വളരെ വിശദമായി യോഹന്നാൻ അവിടെ വരച്ച് കാണിക്കുകയാണ്. പല സൗഖ്യങ്ങളും ദൈവം അതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. തൊട്ട് സൗഖ്യമാക്കി, വാക്കിലൂടെ ശബ്ദത്തിലൂടെ സൗഖ്യമാക്കി. പക്ഷെ ഇവിടെ സൗഖ്യമാക്കുന്ന ആ അന്ധനായ വ്യക്തിയെ സൗഖ്യമാക്കുന്ന രീതി മറ്റൊരു തരത്തിലാണ്. ചില 1-2 സ്റ്റെപ്പുകൾ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. അന്ധത മാറ്റുവാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് തന്റെ തുപ്പൽ കൊണ്ട് മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി ആ ചേറ് കണ്ണിൽ പുരട്ടി. അപ്പൊ 1, 2, 3 പ്രോസസ്സുകളാണ്. 1, 2, 3 സ്റ്റെപ്പുകൾ ശേഷം അദ്ദേഹം പറയുന്നു ശീലോഹ കുളത്തിൽ പോയി കഴുകുക. ആ മനുഷ്യനില് ഉണ്ടാകണം. ആ മനുഷ്യൻ ഒന്ന് പ്രോസസ് ചെയ്തെടുക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയമായിട്ട് വേണമെങ്കിൽ അതിനെ വിവക്ഷിക്കാവുന്നതാണ്. ശീലോഹ കുളത്തിൽ പോയി കഴുകി കണ്ണ് കാഴ്ചയുള്ളവനായി മടങ്ങി വരുന്ന ആ അന്ധനായ, ഇപ്പോൾ അന്ധനാണല്ലോ, അന്ധത മാറി ഈ ലോകത്തിന്റെ തന്നെ വെളിച്ചം ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജന്മനാ പിറവിക്കുഴനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു വെളിച്ചവും കാണാത്തൊരു വ്യക്തിയാണ്. ലോകത്തിലെ ഒരു കാഴ്ചകളും കാണാത്ത വ്യക്തിയാണ്. അവന് പെട്ടെന്ന് ഒരു പക്ഷേ അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് കാണുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് ഒരു പക്ഷെ അവനെ അങ്ങനെ ആ 2-3 പ്രോസസ്സിലൂടെ പോകുമ്പോൾ അങ്ങനെ കാഴ്ചയിലേക്ക് വരുന്നതായിരിക്കാം നല്ലതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം.
ഇതിന് സമാനമായ രീതിയിൽ ഒരു അധ്യായമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8:23 പറയുന്നുണ്ട്. ഇതേപോലെ ഒരു സാഹചര്യത്തിലൂടെ ഒരു കുരുടനെ സൗഖ്യമാക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു സന്ദർഭത്തില് മർക്കോസിന്റെ സുവിശേഷം തന്നെ 7:33 പറയുന്നുണ്ട്. ഒരു വിക്കലും ചെകിടനുമായ ഒരു വ്യക്തിയെ ഈ തുപ്പൽ കൊണ്ട് സൗഖ്യമാക്കുന്നത്. അവന്റെ ചെവിയിൽ വിരലിട്ടു, അതിനുശേഷം കയ്യിൽ തുപ്പി നാക്കിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിക്കുകയാണ്. അവന്റെ നാക്കിന്റെ കെട്ടുകളെ അഴിഞ്ഞു മാറുന്നു, അവന്റെ ചെവി കേൾക്കുവാൻ തക്കവണ്ണം പാത്രമാകും. ഈ തുപ്പൽ എന്ന് പറയുന്നത് നമുക്ക് അല്പം മറ്റൊരാളുടെ തുപ്പൽ നമ്മുടെ കയ്യിലൊക്കെ വീണാൽ അത് വെറുപ്പുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആ തുപ്പല് ഉപയോഗിച്ച് മണ്ണ് കുഴച്ച് കണ്ണിൽ തേക്കുന്നു. അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് അങ്ങനെ ഒരു സൗഖ്യം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ തുപ്പൽ എന്ന് പറയുന്നത് ഒരു ഔഷധമാണെന്നാണ് പറയുന്നത്. മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും മുറിവുകൾ പറ്റിയാൽ ആ സ്വന്തം തുപ്പൽ കൊണ്ട് തന്നെ ആ വ്രണങ്ങൾ ഉണങ്ങുവാൻ സഹായിക്കും. അപ്പൊ തുപ്പലിന് അങ്ങനെ ഒരു ചെറിയ കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മരുന്നിന്റെ ഉപയോഗവും അവിടെ കാണുന്നത്. ഈ മണ്ണിൽ കുഴച്ച് മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ദൈവം നമുക്ക് സൃഷ്ടിച്ചത് തന്നെ. അപ്പൊ വീണ്ടും മണ്ണുകൊണ്ട് തന്നെ മനുഷ്യന് കാഴ്ച ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുക്കുകയാണ്. തീർച്ചയായും മനുഷ്യന് വീണ്ടും ഒരു പുനഃസൃഷ്ടി മണ്ണുകൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ദൈവം ആലോചിച്ചിട്ടുണ്ടാവാം. അവന്റെ വെളിച്ചം കാട്ടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് വീണ്ടും മണ്ണ് കർത്താവ് അവിടെ ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ ഉപയോഗത്തിലൂടെ അവന് വീണ്ടും ആന്തരികമായ ഒരു വെളിച്ചം കൂടി നൽകുവാൻ വേണ്ടിയാണ് ക്രിസ്തു അവിടെ മണ്ണിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ യോഹൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ യഹൂദന്റെയും മനസ്സിലേക്കൂടെ അദ്ദേഹം ഈ ഉദാഹരണം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. മാലിന്യത്തിലായിരിക്കുന്ന ആ നേതൃത്വത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടുകയാണ് യോഹന്നാൻ ശ്ലീഹ. മാലിന്യത്തിന്റെ കറപുരണ്ട അവസ്ഥയിൽ ആന്തരികമായി മലിനപ്പെട്ട യഹൂദ സമൂഹത്തിന് നേരെയുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ കുരുടന്റെ സൗഖ്യം എന്ന് പറയുന്നത്. ആന്തരികമായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഉത്ബോധിപ്പിക്കുന്ന ഒരു സൗഖ്യ പ്രക്രിയയിലൂടെയാണ് ഈ കുരുടന് അവിടെ വെച്ച് നൽകുന്നത്. കാഴ്ച ലഭിച്ചതിന് ശേഷം ശീലോഹാക്കുളത്തിൽ പോയി കഴുകി തിരിച്ചു വരുന്ന ആ വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അവനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കാഴ്ചയുണ്ട് എന്ന് നടിക്കുന്ന യഹൂദ പ്രമാണികൾ അവനെ പിടികൂടുകയാണ്. അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം. എനിക്കൊന്നും അറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. ഇത് അദ്ദേഹം ലോകത്തിന് നൽകുന്ന വലിയൊരു പ്രഖ്യാപനമല്ലേ. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്, മറ്റൊന്നും എനിക്കറിയത്തില്ല. ഇന്നും അത് എത്രമാത്രം പ്രസക്തമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ. ഞാൻ കുരുടനാണോ? എന്നിൽ കാഴ്ചയുണ്ടോ എന്നുള്ള ചോദ്യം ഇന്നും നിലനിൽക്കുകയല്ലേ. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. എന്നിലെ കാഴ്ചയില്ലാത്ത അവസ്ഥ എന്താണ്? എന്നെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായ ഘടകങ്ങൾ എന്താണ്? എന്നെ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ഘടകം എന്നിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അന്ന് യഹൂദന്മാരോട് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ക്രിസ്തു ആവശ്യപ്പെടുകയാണ്, നീ നിന്നെ തന്നെ പരിശോധിക്കുക. നിന്റെ ശരീരത്തില് നിന്റെ ആന്തരികമായി അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാൻ ഉത്ബോധിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ് ഇവിടെ ആ അന്ധനായ മനുഷ്യൻ കാഴ്ച ലഭിച്ചതിന് ശേഷം ലോകത്തോട് വിളിച്ചു പറയുന്നത്.
ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. ഇത് നമ്മൾ ഓരോരുത്തരും ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും അവനോട് തന്നെ ചോദിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഈ നോമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തിരിച്ചറിവുകളുടെ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇനിയും അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവസാന 15-ലേക്കോ കടക്കുമ്പോൾ തീർച്ചയായും കുറച്ചുകൂടി ദൈവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഞാനിവിടെ ജീവിതത്തിൽ തന്നെ വലിയ ആന്തരികമായ ഒരു മാറ്റം സംഭവിച്ച കുറെ ആളുകൾ, അതിന് കാരണഭൂതനായ ഒരു മനുഷ്യനെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഒരിക്കല് ഒരിടത്ത് ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. ആ അമ്മ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു അമ്മയായിരുന്നു. കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകനെ മടിയിലിരുത്തി അമ്മ കണ്ണുനീരോടുകൂടി രാത്രിയും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുള്ള ഒരു സ്ത്രീയായിരുന്നു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ. ആ പ്രാർത്ഥിക്കുമ്പോ ആ ചൂട് കണ്ണീര് എപ്പോഴും ഈ മകന്റെ തലയിലേക്ക് വീണുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഈ മകന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ എന്നും എന്റെ തലയിലോട്ട് ഇങ്ങനെ കണ്ണുനീര് പിടിക്കുന്നത്? അമ്മ പറഞ്ഞു, നിന്റെ തലയിലെ അസ്ഥികളൊക്കെ, തലയോടുകളൊക്കെ നിന്റെ മൃദുലമായ തലയോടാണ്. ഈ എന്റെ കണ്ണുനീര് അവിടെ വീഴുന്നതോടുകൂടി അത് കാലിരുമ്പ് പോലെ, ഉരുക്കുപോലെ ശക്തിയുള്ളതായിത്തീരും. അതിനുവേണ്ടിയ മക്കളെ അത് വീണ്ടും അങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം അല്പം വളർന്നതിന് ശേഷം ദൈവം അദ്ദേഹത്തെ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലെ ഗോത്രവർഗക്കാരായ ആളുകളുടെ ഇടയിലേക്ക് മിഷണറി പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി നിയോഗിക്കുകയാണ്. ഈ മനുഷ്യൻ തനിയെ ആ ഗോത്രവർഗക്കാരിലേക്ക്, ആ വനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. നരഭോജികളായ പിഗ്മികൾ താമസിച്ചിരുന്ന ആ വന അന്തർഭാഗത്തേക്ക് കുന്തങ്ങൾ കൊണ്ട് നിൽക്കുന്ന ആ നരഭോജികൾ. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്രമാത്രം വിശ്വാസമുള്ളവനായിരുന്നു. തനിയെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ദൈവം നിയോഗിച്ചപ്പോൾ ഒരു എതിർപ്പും കൂടാതെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോവുകയാണ്. ഈ അവിടെയുള്ള ആളുകൾ നരഭോജികൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ പോകുന്നതെന്ന് ഓർത്തോണം. അപ്പോ എത്രമാത്രം വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വ്യക്തിയായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, അദ്ദേഹം മറ്റൊന്നും ചെയ്തില്ല. അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. കണ്ണുകൾ അടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഈ നരഭോജികളായ മനുഷ്യർ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ മുഖം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശം അദ്ദേഹത്തില് കാണുവാൻ സാധിക്കും. ആ പ്രകാശത്തിന് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ദീർഘനേരത്തെ അങ്ങനെയുള്ള ആ ഒരു സ്തംഭിച്ച അവസ്ഥയിൽ ഇവരെല്ലാം നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കടന്നുപോയത്. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോ അത്ഭുതകരമായി അതിന് ചുറ്റും കുറേയധികം ആളുകൾ അദ്ദേഹത്തോടൊപ്പം മുട്ടുകുത്തിയിരിക്കുന്ന ഒരവസ്ഥ. ആ നരഭോജികളായ മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രാർത്ഥനയോടുകൂടി ആ നരഭോജികളായ ആളുകള്, കുറേയധികം ആളുകൾ അദ്ദേഹത്തോടൊപ്പം മേളോട് നോക്കി പ്രാർത്ഥിക്കുന്നവരായി മാറുന്നു, അല്ലെങ്കിൽ അവരോട് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നവരായി മാറുന്നു. പിന്നീട് അദ്ദേഹം അവരോടൊപ്പം ചേർന്നു, അവരിൽ ഒരാളായി മാറി, അവരോടൊപ്പം താമസിച്ചു. അവർക്ക് വേണ്ടുന്ന മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി, വചനങ്ങൾ നൽകി, അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ, ഒരു ഗോത്രത്തെ മുഴുവൻ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അദ്ദേഹം അവരോടൊപ്പം തന്നെ ജീവിച്ചു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
ഇത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചാണ്, പ്രൊഫസർ ഡി മാത്യു സാറിന്റെ ഒരു പുസ്തകത്തിൽ വായിച്ച സംഭവമാണ്. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിമാരിൽ ഒരാളാണ്. ഏറ്റവും വലിയ മിഷണറിമാരിൽ സ്വയം ജീവനെ തന്നെ ത്യാഗം ചെയ്യുവാൻ തക്കവണ്ണം അവിടേക്ക് കടന്നു ചെന്ന ധൈര്യത്തോട് ചെന്ന ഒരു മിഷണറി വേറെ ആരുമില്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വ്യക്തിയാണ് ഈ ഞാനിവിടെ പ്രതിപാദിച്ചത്. ആ ഒരു സമൂഹത്തിന് തന്നെ ആന്തരികമായ ഒരു മാറ്റം, അവരുടെ മുഴുവൻ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം ആ ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് സാധിച്ചു. വിശ്വാസ തീഷ്ണതയോടുകൂടി ഒരാളിറങ്ങിയാൽ മതി, അനേകർ കർത്താവിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല കഥ. പിന്നെ അവരോട് സ്നേഹത്തിലായി. അപ്പൊ അതിന്റെ മൂപ്പൻ ഒരിക്കൽ വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനായിരുന്നു നിങ്ങളെ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആള്. ഞാൻ കുന്തം കൊണ്ട് നിങ്ങളുടെ തലയിൽ കുത്താൻ ശ്രമിച്ചപ്പോ നിങ്ങളുടെ തലയിൽ അസാധാരണമായ ഒരു കാഠിന്യം അനുഭവപ്പെട്ടു, കാണുകയുണ്ടായി. എന്റെ കുന്തത്തിന്റെ മുന കുടിഞ്ഞു പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അന്ന് നിങ്ങളെ തലയിൽ കുത്താതിരുന്നത്. അന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ കണ്ണുനീര് വീഴുമ്പോ നിന്റെ തല ഉരുക്കുപോലെ ശക്തിയുള്ളതായി തീരും. ഇന്ന് ആ പിഗ്മി മനുഷ്യന്, അല്ലെങ്കിൽ ആ നരഭോജിയായ മനുഷ്യൻ പറയുകയാണ്, നിന്റെ തലയിലേക്ക് നോക്കിയപ്പോൾ ഉരുക്കുപോലെ ശക്തമാണെന്ന് ഞാൻ കണ്ടു. എന്റെ കുന്തത്തിന്റെ മുനം ഒടിഞ്ഞു പോകുമോ എന്ന് ഭയന്നത് കൊണ്ടാണ്. തീർച്ചയായും ഒരു അമ്മയുടെ കണ്ണുനീര് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കണ്ണുനീര് കുഞ്ഞുങ്ങളെ ശക്തരാക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന മനുഷ്യന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരിന്റെ കുറവ് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങള് എന്തെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. കാരിരുമ്പ് പോലെ ശക്തിയുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരെന്ന് ഞാൻ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുക. നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ട ഒരു അമ്മയാണെന്ന് ഞാൻ പറയുന്നു. ഇന്ന് കണ്ണുനീരിന്റെ കുറവാണ് ഇന്ന് ലോകത്തില് ഉള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ കഥയല്ല ഈ സംഭവത്തിലൂടെ പറയുവാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ആന്തരികമായ മാറ്റം സംഭവിച്ച ഒരു കൂട്ടം ജനങ്ങൾ. രണ്ടാമത്, ഒരു അമ്മയുടെ കണ്ണുനീര് കൊണ്ട് ശക്തമായ വിശ്വാസത്തിന് ഉടമയായ ഒരു മകനെ സൃഷ്ടിക്കുവാൻ സാധിച്ചു. ആ മകനിലൂടെ വലിയൊരു ജനത ദൈവത്തിങ്കിലേക്ക് കടന്നു വരും. ഈ ഒരു വിശ്വാസ തീഷ്ണതയുടെയും ഈ ഒരു പരിവർത്തനത്തിന്റെയും കുറവ് നമുക്ക് ഈ ചെറിയ സംഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. ഈ നോമ്പിന്റെ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പരിവർത്തനം സംഭവിക്കുവാൻ തക്കവണ്ണം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആന്തരികമായ മാറ്റങ്ങൾക്ക്, കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അവസാന 15ലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എനിക്കും സാധിക്കണം. എങ്കിൽ മാത്രമേ നോമ്പ് അർത്ഥവത്തായി തീരുകയുള്ളൂ. നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ, നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കുവാൻ, സമൂഹത്തെ സംരക്ഷിക്കുവാൻ എന്നിലും നിന്നിലും നിങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആ വലിയ പ്രാർത്ഥനയുടെ ശക്തിയുണ്ടല്ലോ, അത് നമുക്ക് കൈവശം വന്നുകൂടാ. ആ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ അംശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടുകൂടാ. നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം, നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും അതിന് കഴിയണം. ഈ നോമ്പ് അതിന് കാരണമായി തീരണം. ഈ നോമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കഷ്ടാനുഭവിച്ചതിലൂടെ കടന്നു പോകുമ്പോൾ ആന്തരികമായ മാറ്റം സംഭവിച്ചവരായി തീരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ദൈവം ഇടയാക്കട്ടെ.
ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ദൈവത്തിന്റെ ഈ ചെറിയ വചനങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാനും കൃപ നൽകിയ ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് അവസരം തന്ന സെക്രട്ടറിയെയും ട്രസ്റ്റിയെയും മാനേജിംഗ് കമ്മിറ്റിയോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും നേരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ബലഹീനനായ എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെയെല്ലാം ശക്തമായി അനുഗ്രഹിക്കും.